ഇതെൻ്റെ ഫസ്റ്റ് ബാംഗ്ലൂർ ട്രിപ്പായിരുന്നു. എന്താണെന്നറിയില്ല, ഒരുപാട് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ എനിക്ക് ബാംഗ്ലൂർ ടച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ബാംഗ്ലൂർ എക്സ്പീരിയൻസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. വണ്ണസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ്സായിരുന്നു ഫ്രം ചേർത്തല. അടിപൊളി ബസ്സായിരുന്നു, എനിക്കൊരു ലക്ഷറിയസ് ഫീലായിരുന്നു അതിനകത്ത്. ആൻഡ് സ്ലീപ്പ് വാസ് വെരി കംഫർട്ടബിൾ. ബസ്സിനകത്ത് തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ ഇറങ്ങേണ്ടി വന്നില്ല. അപ്പോൾ അവർ തന്ന വാട്ടറും പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു അസുഖമാണ് എനിക്ക്. കറക്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാതെ ബസ്സിൽ കിടന്നുറങ്ങും. എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ എന്നെ ബസ്സുകാരെല്ലാം കൂടെ ഇറക്കി എന്നെ ഒരു ഓട്ടോ വിളിച്ച് അതിനകത്ത് കയറ്റി എൻ്റെ ഒറിജിനൽ സ്റ്റോപ്പിലോട്ട് വിടും. അപ്പോൾ യൂഷ്വലി എനിക്കിങ്ങനെ പറ്റാറുള്ളത് കൊണ്ട് ഇറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഞാൻ അലാം വെച്ച് എണീറ്റ് എൻ്റെ കറക്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ബാംഗ്ലൂർ. ബാംഗ്ലൂർ ആക്ച്വലി ഈ വീക്കെൻഡിൽ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല സ്പോട്ടിലൊന്നും നമ്മളുടെ സ്റ്റേ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കോരമംഗല റീജിയനിലാണ് ഞങ്ങളുടെ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്ത സ്റ്റേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കോരമംഗലയാണ് ഞങ്ങൾ ബസ് ഇറങ്ങിയത്. ആൻഡ് ഞാനിപ്പോൾ ഈ ഒരു സ്കൈ വാക്കിലൂടെ നടന്നു പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. ആൻഡ് അവിടെ വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങളുടെ എയർബിഎൻബി ബുക്ക് ചെയ്ത ടൈം, ചെക്ക് ഇൻ ടൈം ഒരു 1 അല്ലെങ്കിൽ 12:30 ഒക്കെ ആകും. അപ്പോൾ അത്രയും നേരം, അതായത് ഒരു 7 മണി തൊട്ട് ഒരു 12:30 വരെ ഞങ്ങൾ ആ ടൗണിൽ എവിടെയെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്തേ മതിയാകുമെന്ന്. അങ്ങനെയാണ് ഞങ്ങളൊരു സ്പോട്ട് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് ലാൽബഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അഡൽസിന് 50 റുപ്പീസും ചിൽഡ്രന് 20 റുപ്പീസുമാണ് ഇവിടുത്തെ എൻട്രി ഫീ. എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കുറേ പേര് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും, കുറേ പേര് ജോഗിങ്, കുറേ പേര് വാക്കിംഗ്, കുറേ പേരൊക്കെ ചുമ്മാ ഒരു ബാംഗ്ലൂരിൻ്റെ സ്ലോ മോർണിംഗ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന പോലെ ചുമ്മാ നടക്കുന്നൊക്കെ ഉണ്ടാവും. നല്ല രസമായിരുന്നു. കുറേ ഫ്ലവേഴ്സും കുറേ ട്രീസും. ഓൺലി ടോപ്പിൽ ഗ്ലാസ് വരുന്നതാണ് ഗ്ലാസ് ഹൗസ്. വേറെ റൂംസ് ഒന്നും ഇല്ല. റൂഫ്സ് ഓൺലി, റൂമില്ല, റൂഫ് ഓൺലി, ഗ്ലാസ് ഹൗസ്. ഓ, അപ്പം ബേസിക്കലി ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ സാധനം? ആർക്കറിയാം. പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് ട്രാവലേഴ്സിനല്ലേ. നമ്മളെപ്പോലെ റൂം ചെക്ക് ഇൻ ചെയ്യാൻ ലേറ്റായിട്ട് ഇവിടെ രാവിലെ ബാംഗ്ലൂരിൽ എത്തിപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ലാൽബഗ് ഗാർഡൻ. ഇവിടെ വന്നാൽ വാഷ്റൂം പോവാം, കുറേ സൈറ്റ് സീയിങ് ഉണ്ട്, പാർക്ക് പോലെ നല്ല സ്ഥലമുണ്ട്, റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ചെക്ക് ഇൻ ടൈം ആവുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഇത്രേ ഉള്ളൂ ഗ്ലാസ് ഹൗസ്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു മാംഗോ ആൻഡ് ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാംഗോസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വാങ്ങി കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതേ ഈ ഒരു റോക്ക് കണ്ടത്. Think about this being under the sea. So we are walking through history. Okay, tell me about the history. That's the rock In in Earth. ആണോ? അത് പേരത്തിലുള്ള എല്ലാ റോക്കും ഓ, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് റോക്സ്. സർവേസ് ഓഫ് ദ വേൾഡ് അതൊക്കെ സമ്മതിച്ചെന്ന കാര്യമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ സ്റ്റോൺ. ദിസ് ഇസ് നൈസ്. നല്ല രസമുണ്ട്. ഇവിടെ ലാവ ഒഴുകി ഉണ്ടായ പോലെ ഉണ്ട്. ഓക്കെ ഗൈസ്, സോ ആക്ച്വലി ഞങ്ങളിവിടെ ബാംഗ്ലൂർ 2 days അല്ലേ, സാറ്റർഡേ സൺഡേ ഫുൾ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. കാറ്റടിച്ചിട്ട് ട്രൈപ്പോഡ് വീട് ടൈറ്റാക്കിയതാണ്. ആക്ച്വലി ഞങ്ങളുടെ ഐറ്റിനറി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ വന്നിട്ട് ഒരു ടീം എന്താണ് അവരുടെ ഓക്കെ പേര് പറയുന്നില്ല, പേജിന് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഗുംബെ ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ബാംഗ്ലൂർ എത്തിയതിന് ശേഷം ഇവിടെ നിന്ന് ഞങ്ങളെ അവർ പിക്ക് ചെയ്യും, എന്നിട്ട് അഗുംബയിൽ പോയിട്ട് നമ്മുടെ അഗുംബയിൽ ട്രക്കിങ്, വാട്ടർഫോൾസിലേക്ക് ട്രക്കിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് ഫോർട്ട്, ടെമ്പിൾസ്, അങ്ങനെ അഗുംബെ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു ആക്ച്വലി ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഡ്ലി ഞങ്ങളത് ചീറ്റിപ്പോയി. പെട്ടെന്ന് അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അതും ട്രിപ്പിൻ്റെ തൊട്ട് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ട്രിപ്പ് ക്യാൻസലായി. ബിക്കോസ് ഞങ്ങളാണെങ്കിൽ വണ്ടി, ഞങ്ങളുടെ ബസ് അങ്ങോട്ട് ബാംഗ്ലൂരിലോട്ടും പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ടു ഹോം നമ്മുടെ കേരളത്തിലോട്ടും, അതേപോലെ തന്നെ ബാംഗ്ലൂരിലെ സ്റ്റേ എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അഗുംബെ ട്രിപ്പിൻ്റെ പാക്കേജ് ആയിട്ടുള്ള 5,000 ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വീക്ക് പ്രയറായിട്ട് ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ ഞങ്ങളുടെ ട്രിപ്പിന് ഇറങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുന്നായിട്ട് വിളിച്ച് പറഞ്ഞു ട്രിപ്പ് ക്യാൻസലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ക്ലിനിക്കിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ലീവൊക്കെ വരെ എടുത്ത് സെറ്റായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകെ ഡെസ്പായി പോയി. എന്നിട്ട് ഞങ്ങൾ എന്തായാലും ബാംഗ്ലൂരിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ ബാംഗ്ലൂർ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ബാംഗ്ലൂർ എത്തുമ്പോൾ സ്റ്റേ ചെയ്യാൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുന്നതാണ്. ചെക്ക് ഇൻ ചെയ്തപ്പോഴേക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മേഘ്ന ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മേഘ്ന ഫുഡ്സിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു മേഘ്ന ബിരിയാണി. നമ്മളെപ്പോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ ദം ചെയ്തിട്ടോ ഒന്നുമല്ല, സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്ത് സെപ്പറേറ്റ് മസാല ആഡ് ചെയ്തിട്ടാണ് ചിക്കൻ അവർ തരുന്നത്. ആൻഡ് ബിരിയാണി റൈസ് സെപ്പറേറ്റ് ആയിട്ട്. എന്താണെന്നറിയില്ല, ഇതിൻ്റെ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇനിയും ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്നുണ്ടാവും ഈ ഒരു ബിരിയാണി. ഐ ലവ്ഡ് ഇറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മേഘ്ന സർബത്തും കൂടെ കിട്ടും. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫുഡൊക്കെ തട്ടിയതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കായിരുന്നു ഷോപ്പിംഗ്. യെസ്, അതില്ലാതെ എന്ത് ട്രിപ്പ്. കോഴിക്കോടുകാർക്ക് SM സ്ട്രീറ്റ് പോലെയാണ് ബാംഗ്ലൂരിലുള്ളവർക്ക് ഈ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ ക്ലോത്ത്സും ഫുഡ് വെയർസും ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്തായാലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും
ഒന്നും വാങ്ങാതെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ബിക്കോസ് എനിക്കറിയില്ല അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം അത്ര പ്രൈസിന് വോത്തല്ല എന്നാണ് എനിക്ക് തോന്നിയത്, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഞാൻ ഒന്നും പർച്ചേസ് ചെയ്തില്ല. അങ്ങനെ ഒന്നും വാങ്ങാതെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള ഒരു കോഫി ഷോപ്പ്, ലൈക്ക് സാധാരണ ഒരു ചായക്കടയിൽ പോയിട്ട് ഒരു കോഫി ആൻഡ് ഒരു ടീ കുടിച്ചതിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. കോഫി കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ബോബ്സ് ബാറിലേക്കാണ്. പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, അവിടെ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് മാത്രമല്ല ഉള്ളത്, നല്ല നല്ല ചിക്കൻ്റെ ഡിഷസ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടുത്തെ ചിക്കൻ ഐറ്റംസ് കുറച്ച് ഓർഡർ ചെയ്തു, അതേപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഡ്രിങ്കും ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അവിടെ ആക്ച്വലി ഒരു ഫ്രീ ആയിട്ട് കാഷ്വലി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഇച്ചിരി ക്രൗഡഡ് ആണ്, അതർവൈസ് നൈസ് പ്ലേസ്. അങ്ങനെ ഡിന്നർ കഴിച്ച് ഇറങ്ങുമ്പോഴാണ് ടിരാമിസു കഴിച്ചാലോ എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 കഫേസൊക്കെ കയറി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അവിടെ സ്മൂർ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, സ്മൂറിൽ പോയിട്ട് ടിരാമിസു ഓർഡർ ചെയ്തു. അവിടെ തന്നെ ഇരുന്ന് കഴിച്ച് മനസ്സും വയറും ഒക്കെ നിറച്ച് ഞങ്ങളുടെ നൈറ്റ് വൈൻഡപ്പ് ചെയ്തു. ബാംഗ്ലൂർ ശരിക്കും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പാർട്ട് 2 വ്ളോഗിൽ പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. Do like and don't forget to subscribe. Thank you so much for watching. See you in the next one. Bye.